ഹായ് ഇറ്റ്സ് മീ ഷേലിയാസ് ഫ്രോം കുഡ് ഡിസൈൻ. അപ്പോൾ ഇത് പുതിയൊരു കളക്ഷനാണ്, അടിപൊളി ഡിസൈനാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുന്നേ ഈ ഒരു മെറ്റീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോട്ടസ് സിൽക്ക് എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നല്ലൊരു റെസ്പോൺസ് ആണ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൂപ്പർ പീസാണ്. അതിൻ്റെ വേറെ കളക്ഷൻസ് ആണ്, വേറെ ഡിസൈൻസ് ആണ് ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റോ റീഫണ്ടിങ്ങോ ഇല്ല, ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ലോട്ടസ് സിൽക്ക് നമ്മൾ മുന്നേ ചെയ്തിരുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഇതിന്റെ തന്നെ നമ്മൾ മുന്നേ ബംബർഗ് സിൽക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് മസ്ലിൻ ദുപ്പട്ട കേട്ടോ. ഇതും അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന തന്നെയാണ്. ഒരുപാട് പേർക്ക് ഐറ്റം കിട്ടിയിട്ട് നല്ല റെസ്പോൺസ്, കാരണം ഇടുമ്പോൾ നല്ല ഭംഗിയെടുത്ത, നല്ല കംഫർട്ടബിൾ, യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞൊരു ഐറ്റം ആണ്. ഓൾറെഡി ഒരു ടിഷ്യൂ പാറ്റേണിലാണ്, ഒരു ജെറി വീവിങ് ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 48 ഒക്കെ കിട്ടും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. മെറ്റീരിയലിന്റെ പ്രിന്റ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ. അത് നോക്കി നോക്കി, ഇതിലൊരു ജസ്റ്റ് ഒരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ ഒന്നും അങ്ങനെ എന്താ പറയുക, ഗിൽറ്റ് അങ്ങനെയല്ല, ജസ്റ്റ് ജെറി വീവിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷൈനിങ് ഉണ്ട്. നമുക്ക് മേലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് എന്താ പറയുക, ഗ്ലിറ്ററിങ് ആയിട്ടുള്ള നമുക്ക് അങ്ങനെ കിട്ടുമല്ലോ, ആ ഒരു പാറ്റേൺ അല്ല, വീവിങ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് വന്നുള്ള നല്ലൊരു ബേക്ക്ഡ് ഓറഞ്ച് കളറിൽ വരുന്നൊരു പീസാട്ടോ. അപ്പോൾ അതിൽ ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ്, ഫ്ലോറൽ ഡിസൈൻ വരുന്നതാണ്. 48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു സെൽഫ് ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. സെൽഫ് ഡിസൈൻ വരുന്ന ഒരു ഐറ്റം ആണ്. ഇതിന്റെ മെറ്റീരിയൽ വരും ഒരു നമുക്കൊരു മസ്ലിൻ സിൽക്ക് ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത്. ദുപ്പട്ട എന്നുള്ളത് നോക്കിയേ, അത്രയും ഫൈൻ ആൻഡ് സോഫ്റ്റ് ആണ്. മസ്ലിൻ ആണ്, പ്യോർ മസ്ലിൻ മെറ്റീരിയലിൽ വരുന്നതാണ്. സോഫ്റ്റ് ആണ്, ഭയങ്കരമായിട്ട് ഒരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഒരു കാറ്റഗറി നമ്മൾ 2 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, സൂപ്പർ വിത്ത് പഷ്മിന ടോപ്പ് സെറ്റിൽ കേട്ടോ. അതിന്റെ കളർ കോമ്പിനേഷൻ എന്നുള്ളത് അടിപൊളിയാണ്. പിന്നെ മെറ്റീരിയലിന് അതിൽ തന്നെ ഒരു ഷൈനിങ് ഉള്ള കാരണം ഒരു റിച്ച് ലുക്ക് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത പീസിലുള്ള നല്ലൊരു അക്വാ ബ്ലൂ കളറിൽ വരുന്ന ഒരു പീസാണ് കേട്ടോ. അതിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വന്നിട്ടുള്ളതാണ്. ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ഷൈനിങ് കാണുന്നുണ്ടോ, ഒരു ഷൈനിങ് വരുന്നുണ്ട് മെറ്റീരിയലിൽ. വീവിങ് ആണ്. 48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബോട്ടം വരുന്നതും നമുക്കൊരു മസ്ലിൻ പാറ്റേണിൽ വരുന്ന വിത്ത് സെൽഫ് ഡിസൈനിൽ വരുന്നുണ്ട്. മസ്ലിൻ സിൽക്കാണ്, സെൽഫ് ഡിസൈൻ വരുന്ന ഒരു ബോട്ടാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് പ്യോർ മസ്ലിൻ, സോഫ്റ്റ് ആണ്. അത്യാവശ്യം നല്ല സൈസും വിഡ്ത്തൊക്കെ വരുന്ന, ലെങ്ത്തും വിഡ്ത്തൊക്കെ വരുന്ന ഒരു പീസാണ് കേട്ടോ. അവർ ഡിസൈൻ നോക്കി നോക്കിയാൽ കളറും അടിപൊളി, ഒരു രക്ഷയില്ലാത്ത കളറാണ്. പിന്നെ പ്രത്യേകിച്ച് ആ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ അല്ലെങ്കിൽ ഒരു എക്കോ ബ്ലൂ കളറിലൂടെ ഇത്രയും മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ആ ഒരു കളേഴ്സ് വന്നപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ട്. ശരിക്കും ഇങ്ങനെ എടുത്തറിയുന്നുണ്ട് ആ കളറിൽ നിന്ന് കേട്ടോ. ഒരു പേസ്റ്റൽ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് ദുപ്പട്ട വരുന്നത്. കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ടോപ്പിനേക്കാളും കേട്ടോ. അടുത്തത് ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ തന്നെയാണ്, പക്ഷെ അത്ര ഡീപ്പ് കളർ അല്ല, ഒരു ലൈറ്റ് ബേക്ക്ഡ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. ഒരു പീച്ച് മിക്സിംഗ് ആയിട്ടുള്ളൊരു ടൈപ്പ് കേട്ടോ. ബേക്ക്ഡ് ഓറഞ്ച് തന്നെയാണ്, പക്ഷെ ഒരു പീച്ച് കളർ ആണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത്. കാരണം ടോപ്പ് ആൻഡ് ദുപ്പട്ട അതിനേക്കാളും ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്, കാരണം വെച്ചാൽ അതിന് ഓൾറെഡി ഒരു സെൽഫ് ഡിസൈൻ വരുന്ന കാരണം. ഓക്കെ, അപ്പോൾ ടോപ്പിന്റെ ലെങ്ത് 48 ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാൻ പറ്റും. മെറ്റീരിയലിന്റെ പേര് ലോട്ടസ് സിൽക്ക് എന്നാണ് കേട്ടോ. സൂപ്പറാണ്, ഭയങ്കര നമുക്കൊരു ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യായിരിക്കും ഇത് ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നല്ല കംഫി ആയിരിക്കും, കാരണം അതിന്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ടോപ്പ് വിത്ത് എന്തെങ്കിലും സ്ലീവിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ ഗ്രീൻ കളറിലുള്ള എന്തെങ്കിലും കുഞ്ഞു ലേസുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആണ്. ലേസ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും വർക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ. ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ഒന്നും കൂടെ എന്താ വെച്ചാൽ ഇതിൻ്റെ ലുക്ക് നമുക്ക് ഒന്നും കൂടെ കൂട്ടാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. പ്യോർ മസ്ലിനാണ്, സോഫ്റ്റ് ആൻഡ് ഫൈൻ ആണ്, ഭയങ്കര എന്താ പറയുക, മാനേജബിൾ ആണ് ദുപ്പട്ട. നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് ചിന്തിക്കുക തന്നെ വേണ്ട, നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത്, മസ്ലിൻ സിൽക്കിൽ വരുന്ന ബോട്ടം വിത്ത് സെൽഫ് ഡിസൈൻ കേട്ടോ. അപ്പോൾ അത്രയും അതാണ് കളർ വരുന്നത്. അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ തന്നെ നല്ലൊരു യെല്ലോ കളർ കേട്ടോ. നല്ല യെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാം കോട്ടണിൽ ചെയ്തിരുന്നപ്പോൾ ഒരു യെല്ലോ പാറ്റേൺ, ഞാൻ യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് പീസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരും പറയും യെല്ലോ റീസ്റ്റോക്ക് ചെയ്യണം. അതേ ഒരു പ്രിന്റ് അതിനോട് മാച്ചാണ്, സെയിം ഷെയ്ഡ്, പക്ഷേ ഫ്ലോറൽ ഡിസൈൻ ഒന്നും കൂടെ ഒരു വലിപ്പമുണ്ട്. അന്നത്തെ കുഞ്ഞു പ്രിന്റ്, ഇത് കുറച്ചുകൂടെ വലിപ്പമുണ്ട്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്രിന്റ് വരുന്നത്. ഇങ്ങനെയാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡ്, അതിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ക്രഷ് ചെയ്ത പോലത്തെ ഒരു അങ്ങനത്തെ ഒരു പാറ്റേണിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് കേട്ടോ.
അപ്പോൾ ഇതാണ് വരുന്നത്. 48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ബോട്ടം വരുന്നത് മസ്ലിൻ സിൽക്കാണ്. ഇതുപോലൊരു സെൽഫ് ഡിസൈൻ ഓൾ ഓവർ ബോട്ടത്തിന് വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കുഞ്ഞ് ഡിസൈൻ. നമുക്ക് അത് ടോപ്പായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ടോപ്പായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം പ്ലെയിൻ ടോപ്പ്, പ്ലെയിൻ ബോട്ടം, ഒരു യെല്ലോ ഇടുക. ഈ ഷോൾ ഇട്ട് കഴിഞ്ഞാലും ലുക്കായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഡ്രസ്സായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. മസ്ലിൻ ആണ്, പ്യുവർ മസ്ലിൻ, ഫൈൻ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. അത്യാവശ്യം നല്ല സൈസ് ആൻഡ് ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. ഓക്കെ, അടുത്തത് നല്ലൊരു പീച്ച് കളറിൽ വരുന്നതാണ്. പീച്ച് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, പിങ്ക് മിക്സ് ആയിട്ടുള്ള ടൈപ്പ് അല്ലേ? പിങ്ക് അല്ലേ? ഉണ്ടോ? പിങ്ക് മിക്സ് ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ് നെക്സ്റ്റ് വണ്. ഇത് നമ്മളിപ്പോൾ കാണിച്ച ആ യെല്ലോയുടെ ജസ്റ്റ് കളർ ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ. ജസ്റ്റ് കളർ ചേഞ്ച്, ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് അല്ല സിമിലർ ആയിട്ടുള്ളതാണ്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. 48 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബോട്ടം അതുപോലെ തന്നെ മസ്ലിൻ സിൽക്കാണ്. ഇതിൽ എന്താ പറയുക, സെൽഫ് ഡിസൈൻ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ദുപ്പട്ട മസ്ലിനിൽ വരുന്നതാണ്. സോഫ്റ്റ് മസ്ലിൻ ദുപ്പട്ട, സൈസൊക്കെ ഉള്ളതാണ്. അതിൽ സൈസ് മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട്. 230 ഉണ്ടായിരിക്കും അല്ലേ? 230 ഉണ്ടായിരിക്കും. പക്ഷെ നല്ല സൈസും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒതുങ്ങി കിടക്കണ കാരണം നല്ല നീറ്റായിട്ട് കിടക്കും. ഓക്കെ, അടുത്ത പീസ്, അടുത്തത് വരുന്നത് വേറൊരു യെല്ലോ കേട്ടോ. ആ യെല്ലോയിലത്തെ കളേഴ്സ് ഒന്നും കൂടെ കളേഴ്സ് കൂടുതൽ ബ്രൈറ്റൺ ആണ്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ്. അതിന്റെ ഫ്ലോറൽ പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാണ് യെല്ലോ കളർ വരുന്നത്. ഒന്നും കൂടെ ഒരു പക്കാ ഒരു യെല്ലോയിലേക്ക് പോയി. നേരത്തെ കാണിച്ച ഒരു ഗോൾഡൻ യെല്ലോയുടെ ഒരു ടച്ച്. ഇത് ശരിക്കും ആ കണിക്കൊന്നയുടെ യെല്ലോ, പക്ഷെ അത്ര കണ്ട് ബ്രൈറ്റൺ ആയിട്ടുള്ള ഒരു യെല്ലോ അല്ല. നല്ലൊരു യെല്ലോ ആണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഉദിപ്പുള്ള യെല്ലോ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. ചില കസ്റ്റമേഴ്സ് ഷോപ്പിൽ ഒരു പറയും, വീഡിയോയിൽ കാണുമ്പോൾ നമ്മളെ കുറച്ച് ദിവസം മുന്നേ മൊഡാൾ സിൽക്കിന്റെ ബാന്തിനി ഡിസൈൻസിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ അവർ പറയും ഇത് വീഡിയോയിൽ കാണുമ്പോൾ ബാന്തിനി ഡിസൈൻ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നില്ല, പക്ഷെ ഷോപ്പിൽ വന്ന് കണ്ടപ്പോൾ നല്ല ലുക്ക് ഉണ്ടെന്നൊക്കെ. ചില മെറ്റീരിയൽസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടം സെൽഫ് ഡിസൈൻ ആണ്, യെല്ലോ കളറിൽ വരുന്നതാണ്. നോർമലി യെല്ലോ ഒക്കെ ആകുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഞാനൊക്കെ വീഡിയോയിൽ പറഞ്ഞാലും വീണ്ടും കസ്റ്റമേഴ്സ് ചില ആൾക്കാർ കിട്ടുമ്പോൾ പറയും വീഡിയോയിലത്തെ കളർ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്നുള്ളത്. എല്ലാ വീഡിയോസിലും ഞാൻ കളർ ചേഞ്ചസ് വരുന്നത് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പീസ് ഇഷ്ടാവുമല്ലോ. അപ്പൊ അതിനോടനുസരിച്ചിട്ട് അതിലെ വോയിസും കൂടെ കേട്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അടുത്തത് ഇതാണ് മസ്ലിനിൽ വരുന്ന പ്യുവർ മസ്ലിനിൽ വരുന്ന ദുപ്പട്ട. ടോപ്പ് ലോട്ടസ് സിൽക്കിൽ വരുന്നതാണ്. 48 ലെങ്ത് 4XL സൈസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ് കേട്ടോ. അടുത്ത ഡിസൈൻ ഉള്ളത് അടിപൊളി. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബ്ലൂയിഷ് ഗ്രേ ടോണിൽ വരുന്നതാണ്. അതിലെ കളേഴ്സ് നോക്കി നോക്കിയാൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ ആ ഒരു പ്രിന്റ് അടിപൊളിയാണ്. അതിൽ പിങ്ക്, ഗ്രീൻ, എന്താ പറയാ, എക്കോ ബ്ലൂ, ഗ്രീൻ ഒക്കെ കൂടെ മിക്സ് ആയ കാരണം അടിപൊളി ഒരു എന്താ പറയുക, ശരിക്കും നല്ലൊരു ഡിസൈനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 48 ലെങ്ത് 4XL സൈസ് ലോട്ടസ് സിൽക്ക് മെറ്റീരിയൽ കേട്ടോ. നമ്മുടെ ഷൈനിങ് ഉള്ള കാരണം നമുക്കൊരു ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഒരു പീസാണ്. ബോട്ടം ഒരു സെൽഫ് ഡിസൈൻ ആയിട്ട് വരുന്നതാണ്. ഇതിനെങ്ങനെ ഡിസൈൻ വരുന്നത്, നമുക്ക് ഇത് ടോപ്പാക്കിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് 2 ഡ്രസ്സായിട്ട് ഉപയോഗിക്കാമല്ലോ. ആഷ് കളർ അല്ലെങ്കിൽ പിങ്ക് കളറിലൊക്കെ ബോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇത് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ദുപ്പട്ട വരുന്നത്. പ്യുവർ മസ്ലിൻ, സോഫ്റ്റ് ആണ്, കളറും അടിപൊളി കേട്ടോ. അടുത്തത് കളർ മാത്രമേ അതിൻ്റെ ആ പ്രിന്റും അതൊക്കെ നല്ല രസമുണ്ട്. ആ ഒരു ഫ്ലോറൽ പ്രിന്റും ഒക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തത് നമ്മൾ ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡിൽ വരുന്നതാണ്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ, അതുപോലെ തന്നെ എന്താ പറയുക, ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത്. ഒക്കെ ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ്. ചെറിയ വേരിയേഷൻസ് ആണ് വരുന്നത്. മെറ്റീരിയൽ രക്ഷയില്ലാത്ത മെറ്റീരിയൽ ആട്ടോ. ശരിക്കും നമ്മൾ മുന്നേ മൾബറി സിൽക്ക്, ബംബർഗ് സിൽക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാരണം മെറ്റീരിയലിൽ പുതിയ എന്താ പറയുക പുതിയ ഡെവലപ്മെന്റ്സ് ആണ് കാണുന്നത്. കാരണം മുന്നുള്ള ടൈപ്പ് മെറ്റീരിയൽസ് അല്ല, പുതിയ കണ്ടുപിടുത്തങ്ങളാണല്ലോ. എല്ലാ ടെക്നോളജി ഡെവലപ്പ് മെറ്റീരിയൽസിലും ചേഞ്ചസ് വരില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ ലോട്ടസിൽ വരുന്നതാണ്. സെറി വീവിങ് വരുന്ന ഓൾ ഓവർ സെറി വീവിങ് വരുന്നതാണ്. സോഫ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ. സെറി വീവിങ് വെച്ചിട്ട് ഭയങ്കര സ്റ്റിഫായി നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. ഓക്കെ, ബോട്ടം വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ സിൽക്കാണ്. വിത്ത് സെൽഫ് ഡിസൈൻ ആണ്. ഓൾ ഓവർ സെൽഫ് പ്രിന്റ് വരുന്നതാണ്. ദുപ്പട്ട വരുന്നത് മസ്ലിനിലാണ്, സോഫ്റ്റ് മസ്ലിൻ. ഈ സോഫ്റ്റ് എന്ന് എടുത്ത് പറയാൻ കാരണം അത്രയും സോഫ്റ്റ് ആയ കാരണമാണ്, അല്ലാണ്ട് വെറുതെ സോഫ്റ്റ് എന്ന് പറയല്ല കേട്ടോ. അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട ഡിസൈൻ വരുന്നത്. ഒരു ബ്ലൂയിഷ് ഗ്രേ കളറിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറിൽ ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്നതാണ്. പിങ്ക് കളർ, അതുപോലെ തന്നെ ബ്ലൂ കളർ, എക്കോ ബ്ലൂ,
പിങ്ക് കളർ, റെഡ് കളർ, റെഡ് വെച്ചാൽ ഒരു പിങ്ക് മിക്സ് ആയ റെഡ് കേട്ടോ. അതൊക്കെ മിക്സിംഗ് ആയിട്ടുള്ള അടിപൊളി പീസാണ്, സൂപ്പർ ഡിസൈനാണ്, നല്ല മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ കേട്ടോ. ബോട്ടം സെൽഫ് ഡിസൈൻ ആണ്, ബ്ലാക്കിൽ ഒരു സെൽഫ് ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്, അതും ഒരു ജെറ്റ് ബ്ലാക്ക് കളറിൽ വരുന്നതാണ് കേട്ടോ. മസ്ലിൻ ദുപ്പട്ട, പ്യോർ മസ്ലിൻ ആണ് ദുപ്പട്ട. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വണ്ണ് വരുന്ന ഒരു എക്കോ ഒരു ബ്ലൂ കളറിൽ വരുന്ന, അതും നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന പാറ്റേൺ ആണ്. ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്, അതും പ്യോർ മസ്ലിൻ ആണ്, സോഫ്റ്റ് ആണ്. ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു പ്രിന്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ ഡിസൈൻസും അടിപൊളിയാണ്. ലോട്ടസ് സിൽക്കാണ് മെറ്റീരിയൽ. അപ്പോൾ ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം, അതിലേക്കും ബൈ.